ഈ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള കാലത്താണ് നോമ്പ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ട ആളുകളുണ്ടാവും, നല്ല ക്ഷീണമുള്ളവരുണ്ടാകും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് രോഗികളെ കൂട്ടത്തിലും മരുന്ന് വേണമെങ്കിൽ ഡോക്ടർമാർ നിർദ്ദേശപ്രകാരം അത്താഴത്തിന് മുമ്പ് കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. എന്നതുപോലെ നോമ്പ് തുറന്നിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ 2 നേരത്തേക്കൊക്കെ മാറ്റി ഡോക്ടർമാർ എഴുതി കൊടുക്കും. റമദാൻ സ്പെഷ്യൽ ഒരു ഷെഡ്യൂൾ വരും. അതേ സമയത്ത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് ഈ ആവി പിടിക്കൽ നിർബന്ധമായിരിക്കും. ചില ശ്വാസമുട്ടൽ പോലത്തെ ചില അലർജി അസുഖമുള്ള ആളുകൾക്കൊക്കെ. അപ്പം മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ ഈ അലർജിക്ക് അവർ ഈ ആവി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അവർക്ക് സമയം തെറ്റിപ്പോയാൽ അവർക്ക് ശ്വാസം തന്നെ കിട്ടാത്ത അവസ്ഥയ്ക്ക് വരും. അപ്പോൾ ഈ ആവി പിടിച്ചു കഴിഞ്ഞാൽ അത് നോമ്പിനെ ബാധിക്കുമോ ഇല്ലയോ എന്ന് സ്വാഭാവികമായി പലരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ കർമ്മശാസ്ത്ര വിധി ഏത് രീതിയിലാണ് പറയാം? ഈ ആവി പിടിക്കുക എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വെള്ളത്തിൽ പിന്നെ വിക്സോ മറ്റൊക്കെ കലക്കിയിട്ട് അങ്ങനെ പിടിക്കുന്നുണ്ട്. മറ്റൊന്ന് മറ്റേ ഈ വലിക്കുന്നത്. ഇതിൽ നമ്മൾക്ക് മാനദണ്ഡം ഇത് കൃത്യമായിട്ടത് എന്താണ് എന്ന് പറയേണ്ടത് ഡോക്ടർമാരാണ്. നമ്മുടെ മാനദണ്ഡം തടിയുണ്ടെങ്കിൽ, അതിന് ചെറിയ രൂപത്തിലെങ്കിലും ഉണ്ടെങ്കിൽ അത് അകത്തേക്ക് കയറിയാൽ നോമ്പ് മുറിയുമെന്നതാണ്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പം ഇതിൽ ഗുളിക മരുന്നിട്ടിട്ട് അതിൻ്റെ ഭാഗങ്ങളും കൂടി ഉള്ളിലേക്ക് വന്നെങ്കിലേ ഇത് ചെയ്തുള്ളൂ, ആവി പിടിക്കുന്നതിൻ്റെ ഉപകാരം കിട്ടുള്ളൂ. ചെറിയ ഒരു യന്ത്രം, അത് അതിലേക്കൊരു ക്യാപ്സൂൾ ഇട്ടിട്ട് ഒറ്റ വലിയാണ്. ഈ വലിക്കുന്നതോടുകൂടി ഇതിൻ്റെ അയിന് അകത്തേക്ക് പോകുന്നില്ല, പക്ഷെ എൻ്റെ ഗ്യാസ് പോകുന്നുണ്ട്. അയിന് ഒരു നിലക്കും പോകുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ അത് അനുവദനീയാണെന്ന് പറയേണ്ടി വരും. ഗ്യാസ് കയറി കഴിഞ്ഞാൽ അതിന്റെ ഗ്യാസ് രുചിയൊക്കെ നാവിലൂടെയും ഒക്കെ വരും. അത് അയിന് എത്രത്തോളം അതിലുണ്ട് എന്ന് കൃത്യമായി പറയേണ്ടത് ശരിക്കും ഡോക്ടേഴ്സാണ്. അവരാണ് അത് ശരിക്കും പറയേണ്ടത്. നമ്മൾക്കത് പിന്നെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന അതേപ്പോ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പുക വീഡിയോ വലിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ പുക നമ്മളെ സംബന്ധിച്ച് അത് വെറും പുകയാണ്. പക്ഷേ അത് ഇവർ പറയുന്നത് ഏതാണ്, നേരെ പിന്നെ കറയാണ്. അത് കറയാണ്. അത് നമ്മൾ പിന്നെ വസ്ത്രത്തിലൊക്കെ ഊതിയാൽ അറിയാം. കൃത്യമായിട്ട് ഇത് സിഗരറ്റ് വലിക്കുന്ന ആളുകളുടെ ശ്വാസകോശം മറ്റൊക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ അതിൽ തടിയുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നെ ഇങ്ങനെ ഈ വീടി വലിക്കുന്ന ആളുകളൊക്കെ റമദാനിൽ അത് ചെയ്യാൻ പാടില്ല, അത് പുകകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയെന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ തടിയില്ല എന്ന് 100% നമുക്ക് ഉറപ്പാണ്. അല്ല, തടിയുണ്ടെങ്കിലോ നോമ്പ് മുറിയും ചെയ്തിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇതിന് മറ്റേതിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ വെള്ളം കൊണ്ടുള്ള ആവി എന്ന് പറയുന്നത്, അതിപ്പോൾ നമ്മൾ മുകളിലൊരു മൂടി വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അത് വെള്ളമാണ്. വെള്ളം അടക്കമാണ് ശരിക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം അതിനുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് പറ്റില്ല, അതിനില്ലെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ഇതിലൊരു രസം പറഞ്ഞുതരാം. ഇങ്ങനെ അതിനുണ്ടെങ്കിൽ ഓർക്ക് നോമ്പ് ഒഴിവാക്കാൻ അല്ലാഹുത്തആല അനുവാദം കൊടുത്തിട്ടുണ്ട്. അല്ലാഹുത്തആലക്കും നമ്മളെ പറ്റി കൃത്യമായിട്ട് അറിയാലോ. അതുകൊണ്ട് പിന്നെ നോമ്പ് എടുത്തിട്ട് മരുന്ന് മാത്രം കഴിച്ചോളി എന്ന് അല്ലാഹുത്തആല പറഞ്ഞിട്ടില്ല. മരുന്ന് ഒഴിവാക്കാൻ കഴിയാത്ത ആളുകളോട് നോമ്പന്നെ ഒഴിവാക്കി കളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചപ്പോൾ എല്ലാത്തിനും മരുന്നാണ്. വിശപ്പ് മാറാനുള്ള മരുന്ന്, ദാഹം മാറാനുള്ള മരുന്ന്, അതായത് നമ്മളെ ആവശ്യം എന്താണെന്ന് പറയാ, കൂടെ മരുന്നെന്ന് കൂട്ടിയാൽ പിടിന്ന് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ പിന്നെ വിശപ്പ് മാറാൻ മരുന്ന് എന്ന് പറഞ്ഞാൽ മരുന്നായി, ദാഹം തീരാൻ മരുന്ന് പറഞ്ഞാൽ മരുന്നായി, ക്ഷീണം മാറാനുള്ള മരുന്ന് പറഞ്ഞാൽ മരുന്നായി. അപ്പോൾ അതുകൊണ്ട് മരുന്നിൽ ആളുകൾ വല്ലാതെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷാരിഫ് പറഞ്ഞത് രോഗമുണ്ടെങ്കിൽ നോമ്പന്നെ ഒഴിവാക്കി കളി കുഴപ്പമൊന്നുമില്ല, പക്ഷെ മരുന്നിന് മാത്രം ഇളവ് കൊടുത്തിട്ട് നോമ്പെടുത്തോളി എന്ന് ഷാരിഫ് പറഞ്ഞിട്ടില്ല. ഈ ചർച്ചയിൽ വളരെ പോസിറ്റീവായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗം, അതായത് സാധാരണക്കാരിൽ ഒരു വിഭാഗം ആളുകൾ എളുപ്പം നോക്കുന്ന ആളുകൾ, സൗകര്യം നോക്കുന്ന ആളുകളുണ്ട്. വേറെ വിഭാഗം ഒരു പഴയ തലമുറ, പ്രായം ചെന്ന ആളുകൾ, അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും നോമ്പ് ഒഴിവാക്കാൻ കഴിയൂല. അങ്ങനത്തെ അവർക്കാണ് ഇതിലൊക്കെ ചർച്ചൻ്റെ ആവശ്യം വരുന്നത്. ബാക്കിയുള്ളവർക്ക് ചെറിയൊരു സൂചന കിട്ടുമ്പോഴേക്കും നോമ്പ് ഒഴിവാക്കാനാണ് അവർ താല്പര്യപ്പെടുക.